ഹലോ. അപ്പൊ ഇന്ന് രാവിലെ ഒരു 10 മണി തൊട്ട് 12 മണി വരെയുള്ള ഒരു വ്ലോഗാണ് ഇന്നത്തേത്. അപ്പൊ രാവിലെ ഇതേ 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് കുളിച്ചത്. 10 മണി ആയിട്ടില്ല കേട്ടോ. 10 മണിയാകുമ്പോ കറക്റ്റ് ദേവൻ അംഗൻവാടി ചെല്ലണം. അപ്പം രാവിലത്തെ കാപ്പികുടിയൊക്കെ കഴിഞ്ഞ് ദേവൂട്ടനെ ഒരുക്കി ഞാൻ ദേ അംഗൻവാടിയിലേക്ക് പോവാണ്. ആരും ഇല്ല ഇവിടെ. ദമ്പുരു സ്കൂളിൽ പോയി, അച്ഛൻ ജോലിക്ക് പോയി. ഇനിയിപ്പം ഏട്ടൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരും ഓട്ടം കഴിഞ്ഞിട്ട്. അപ്പൊ അതേ ഞങ്ങൾ രണ്ടുപേരും വീടും കൂട്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിയായപ്പോൾ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലുണ്ടായിരുന്നു. നല്ല അന്തരീക്ഷമായിരുന്നു കാണാനൊക്കെ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ദേ അംഗൻവാടിയിലെത്തി. കുഞ്ഞിനെ അംഗൻവാടിയിലാക്കിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ചോറ് അടുപ്പത്താണ്. നമ്മൾ രാവിലെ മീൻകറിയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി എന്തെങ്കിലും തോരൻ കറി മാത്രം വെച്ചാൽ മതി. അപ്പൊ രാവിലെ ഇന്നിപ്പോ പണി കുറവാണ് കേട്ടോ. എന്നത്തെയും പോലെ ആയിരിക്കില്ല. എന്നും പല പല ചേഞ്ച് വരുമായിരിക്കും. ചിലപ്പോൾ രാവിലെ പണി കൂടുതലായിരിക്കും, കുറവായിരിക്കും. ഇന്ന് പക്ഷെ മീൻകറി രാവിലെ ആക്കി. കാപ്പിയുടെ പണിയും കഴിഞ്ഞതുകൊണ്ട് രാവിലെ ഇനിയിപ്പോ തോരനോ എന്തെങ്കിലും വെച്ചാൽ മതി. അപ്പൊ ഞാൻ വന്ന് സെറ്റി കവറൊക്കെ വിരിച്ച് കുറച്ച് തുണി മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കട്ടില് ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി ഒന്ന് വിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് തൂത്തുവാരുമാണ്. പിന്നെ അവിടെ കുറച്ച് പൗഡറൊക്കെ താഴെ തട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ പോയി കഴിയുന്നത് വരെ വീട്ടിലൊരു ആകപ്പാടെ ഒരു ബഹളമായിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ കുറെ കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാനൊന്ന് അടുക്കി പറക്കി ഒതുക്കി തൂത്തുവാരി വരികയാണ്. പിന്നെ ഇടയിലെ റൂമെല്ലാം ഒന്ന് തൂക്കുന്നുണ്ട്. അതെല്ലാം വീഡിയോയിൽ ആഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ 3 മിനിറ്റിൽ കൂടുതൽ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഹോളും നമ്മുടെ ബാക്കിയുള്ള 3 മുറികളും അടുക്കളയും വർക്ക് ഏരിയ എല്ലാം തൂത്ത് വാരിയിട്ടുണ്ട്. അപ്പം ഇവിടെ കൊണ്ടുവന്നിട്ട് തൂത്തിട്ട് അത് കോരിയിലാക്കി വെളിയിൽ കൊണ്ട് കളയും കേട്ടോ. പിന്നെ അപ്പുറത്ത് അച്ഛന്റെയും അമ്മയുടെയും റൂമും പിന്നെ വർക്ക് ഏരിയ ഉണ്ട്, അവിടെയും കൂടെ തൂക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കഞ്ഞി, അതായത് ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോറ് ഊറ്റിയിട്ട് തുടയ്ക്കാന്ന് കരുതി. അപ്പൊ അതേ ചോറ് ഊറ്റുകയാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ആ ചോറ് നമ്മളുടെ അടുക്കളയിൽ ആ പാതകയില്ല, പാതകമെല്ലാം ഒന്ന് തൂത്ത് തുടച്ചിടുകയാണ്. അതായത് ചാരമൊക്കെ പടർന്നിട്ടുണ്ടാവുമല്ലോ, അതെല്ലാം ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് ഞാൻ തുടയ്ക്കാനായിട്ടുള്ള ബക്കറ്റും വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ദാ വന്നു. നമ്മളുടെ ഹോളും വർക്ക് ഏരിയ അടുക്കളയാണ് എന്നും നമ്മൾ തുടയ്ക്കുന്നത്. റൂമൊക്കെ നമ്മൾ വീക്കിലി 1 ടൈം മാത്രമേ തുടയ്ക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നല്ല അഴുക്കോ എന്തെങ്കിലും തട്ടിപ്പോയി അങ്ങനെ വല്ല ഉണ്ടെങ്കിലേ ഉള്ളൂ റൂമൊക്കെ തുടയ്ക്കുന്നത്. അല്ലെങ്കിൽ വീക്കിലി 1 ടൈം. ബാക്കി എല്ലാ ദിവസവും നമ്മൾ ഹോളൊക്കെ തുടയ്ക്കും കേട്ടോ. തുടച്ചു കഴിഞ്ഞിട്ട് ഞാൻ ദേ അരിയാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ തോരൻ വെക്കാനായിട്ട് കോവയ്ക്കാണ് എടുത്തേക്കുന്നത്. അപ്പൊ കോവയ്ക്ക അരിയാണ്. പിന്നെ ഒരു മീൻ കറി ഓൾറെഡി രാവിലെ വെച്ച് ഇരിപ്പുണ്ട്. അപ്പം അത് സെറ്റാണ്. അപ്പൊ ഉച്ചത്തേക്കുള്ളതാണിത്. അപ്പൊ തോരനുള്ള തേങ്ങ തിരിങ്ങയാണ്. അപ്പൊ അത് സെറ്റാക്കി അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ മീൻ വറുക്കാനും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതേ തോരനുള്ളതെല്ലാം ഞാൻ അരിഞ്ഞ് തേങ്ങയും പച്ചമുളകും സവാളയും എല്ലാം കൊത്തി അരിഞ്ഞിട്ടിട്ട് മിക്സ് ചെയ്ത് അടച്ചവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് മീൻ വറുക്കാൻ ഇടുകയാണ്. അതും കൂടെ കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ സമയം 12 അതും കൂടെ കഴിഞ്ഞാൽ ഏകദേശം അടുക്കളയിലെ ഒരു പഴുതം പണിയെല്ലാം തീർന്നിട്ടുണ്ട്. പിന്നെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടന് കഴിക്കാൻ കൊടുത്തു. ഏട്ടൻ ദേ കഴിച്ചു കഴിഞ്ഞിട്ട് ഉറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇനിയിപ്പോ ഒരു 3 മണി വരെ ഏട്ടൻ കിടന്ന് ഉറങ്ങും. പണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം 12 ഇനിയിപ്പോ വീഡിയോ എഡിറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും TV കാണാനും കുറച്ചു നേരം അങ്ങനെ അങ്ങ് പോകും. അപ്പൊ ഇത്രയുള്ള വീഡിയോ ആയിട്ട് ബൈ ബൈ, സീ യു.